بالله من الشيطان الرجيم بسم الله الرحمن الرحيم تعالى وبركاته. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾ ഭൂരിഭാഗവും ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ് മനസ്സിനെ അലട്ടുക. നമ്മളെ മനസ്സിനെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു സ്വഭാവം ചില ആൾക്കാർക്ക് ഇതിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ, ഏതൊരു തൊഴിലിൽ പോകണമെന്ന് പോലും അറിയാൻ വയ്യ, ഒരു തൊഴിൽ ചെയ്യുന്നതിനുള്ള മാനസികമായ അവസ്ഥ പോലും നമുക്ക് തരാതെ കണ്ട് നമ്മളെ മനസ്സിനെ അങ്ങ് അലട്ടുകയാണ്, ആകെ അങ്ങ് വിഷമിപ്പിക്കുകയാണ്. ഞാനിത് ചെയ്താൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഒരു മാനസികമായ അവസ്ഥയിൽ കൂടി ഒരു മനുഷ്യനെ ഇട്ട് നട്ടം തിരിക്കുന്ന ഒരു സ്വഭാവം ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ അനുഭവപ്പെടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അവൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ മാനവ സമുദായത്തെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ പരിശുദ്ധമായ ഖുർആനിലുള്ള ദിക്ർ നീ ചൊല്ലൂ, ആ ദിക്ർ നീ ചൊല്ലിയതിന് ശേഷം എന്നോട് നീ ദുആ ചെയ്യൂ. അള്ളാഹു അതാ പറഞ്ഞിരിക്കുന്നു, സകലമായ കാര്യങ്ങളും അള്ളാഹുമാണ് നടത്തുന്നത്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കണ്ട് ഈ മാനസികമായ അവസ്ഥയെ മാറ്റാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ള കാര്യം പൂർണ്ണമായൊരു വിശ്വാസം നമ്മളെ ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും ധൈര്യവും എല്ലാവിധ ഗുണവും എല്ലാവിധ ബർക്കത്തും നമ്മുടെ മനസ്സിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ ചെയ്യാം, നമുക്ക് ജോലി ചെയ്യാം, എല്ലാവിധ ഗുണകരമായ കാര്യങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയും. അല്ലാതെ മറ്റൊരു മാർഗങ്ങളുമില്ല. അള്ളാഹു തന്നെങ്കിലേ മതിയാവൂ. അള്ളാഹു വേണം നമുക്ക് തരേണ്ടത്. മറ്റൊന്നിനെ കൊണ്ടും ഒരു കഴിവില്ല. അള്ളാഹുവിലല്ലാതെ കണ്ട് മറ്റൊരു കഴിവ് മറ്റാർക്കുമില്ല. അള്ളാഹു തന്നാൽ, അള്ളാഹു നമ്മളെ സഹായിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദിക്ർ, അതായത് ഖുർആനിൽ പറയുന്ന ദിക്ർ ആത്മാർത്ഥമായ മനഃശുദ്ധിയോടുകൂടി ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുമ്പോൾ കുറഞ്ഞത് ഒരു സമയം 51 പ്രാവശ്യം ഈ ദിക്ർ നിങ്ങൾ ചെല്ലണം. ഈ ദിക്ർ ചെല്ലുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, ഒരു 1.5 വരിയേ ഉള്ളൂ, കാണാതെ അങ്ങ് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ 51 പ്രാവശ്യം ഈ ദിക്ർ നിങ്ങൾ ചെല്ലിയിട്ട് അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്യണം. പടച്ച തമ്പുരാനെ, അർഹമുറഹീനായ തമ്പുരാനെ, എൻ്റെ അവസ്ഥ ഇന്നതാണ്, അള്ളാഹുവേ നിൻ്റെ പരിശുദ്ധമായ ആ ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ട്, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. എൻ്റെ ഈ മാനസിക അവസ്ഥയിൽ നിന്നും എനിക്കൊരു മാറ്റം തരണേ. എൻ്റെ തൊഴിൽ, എൻ്റെ ജോലി, ഇതിനെല്ലാത്തിനും നിൻ്റെ ബർക്കത്ത് നീ ചോദിച്ചെന്നെ അല്ലാ. നീ അല്ലാതെ എനിക്ക് മറ്റാരുമില്ല, നീ തന്നെങ്കിലേ മതിയാവൂ, മറ്റാരും സാധ്യമല്ല, എല്ലാം നീ തന്നെ അല്ലാ, എല്ലാ കഴിവിൻ്റെയും അവകാശം നീ തന്നെ അല്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ ഇട്ട് തുടങ്ങി അൽഹംദുലില്ലാഹിൽ അവസാനിക്കുന്ന ഇതിൽ കൂടി അങ്ങ് ദുആ ചെയ്യണം. അത് ദുആ ചെയ്ത് ഈ ദിക്റിൽ ദുആയും ചെയ്തതിന് ശേഷം പിന്നീടുള്ള സമയമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്ത് ഈ ദിക്റിരിക്കുകയാണല്ലോ. കിട്ടുന്ന സമയം മൊത്തം ഈ ദിക്ർ എങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അല്പം താമസിയാതെ കണ്ട് തന്നെ നമുക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യത്തിലും തർക്കമില്ല. അത് നല്ല സന്തുഷ്ടമായിട്ട് മനസ്സിയോടുകൂടി ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കരുതി അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ലയിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ട് അങ്ങ് ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ സർവശക്തനായ തമ്പുരാൻ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട. ഞാനതാ ഈ ദിക്ർ ചെല്ലാൻ പോകുന്നു. ഞാൻ ഈ ദിക്ർ പറയാൻ പോവുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ആമന്തു ബില്ലാഹി വറസൂലിഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ആമന്തു ബില്ലാഹി വറസൂലിഹി. ഈ ദിക്ർ 51 പ്രാവശ്യം ചൊല്ലണം. ആ 51 പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ദുആ ചെയ്യണം. ദുആ ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ കിട്ടുന്ന സമയമെല്ലാം, ഒക്കുന്ന സമയങ്ങളെല്ലാം ഈ ദിക്ർ കുറച്ച് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചൊല്ലി വരുമ്പോൾ നിങ്ങളുടെ ഈ മേൽപ്പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരമാർഗം തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ട്വീറ്റങ്ങൾ വന്നെങ്കിൽ അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ. കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ഗുണങ്ങളും അല്ലാഹു തരട്ടെ. തെറ്റില്ലാത്ത രീതിയിൽ കാണുകയും പറയുകയും ചെയ്യുന്നതിനുള്ള
അധികം നിങ്ങൾക്ക് അള്ളാഹു തരട്ടെ എന്നും കൂടി പറയുന്നു. ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.